റിപ്പോർട്ട് ബ്രേക്കിംഗ്. താനൂരിൽ പ്രവാസി വ്യവസായി മുഹമ്മദ് സമീർ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും. താനൂരിൽ ചേർന്ന മണ്ഡലം കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനമായത്. പ്രഖ്യാപനം ഉടനുണ്ടാകും. അതേസമയം വള്ളിക്കുന്നിൽ കോൺഗ്രസ് നേതാവ് റിയാസ് മുക്കോളിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കവും ഒരു വശത്ത് നടക്കുന്നുണ്ട്. സോണൽ കൃഷ്ണ വിവരങ്ങളുമായി. സോണൽ, ഇതുവരെ സ്ഥാനാർത്ഥികളാകാത്ത മണ്ഡലങ്ങളിൽ LDF ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ എങ്ങനെയാണ് കണ്ടെത്തിയിരിക്കുന്നത്? സ്മൃതി, പ്രധാനമായി നമ്മൾ അല്പസമയം മുമ്പ് വരെ കൃത്യമായി പറഞ്ഞിരുന്നു സമീർ തന്നെയായിരിക്കും താനൂർ നിയമസഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി എന്ന. അവസാനം ആ തീരുമാനത്തിലേക്ക് നേതൃത്വം തന്നെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി പറഞ്ഞു വെക്കേണ്ടത്. താനൂർ സ്വദേശിയാണ്, താനൂർ ഓമച്ചപ്പുഴ സ്വദേശിയാണ് മുഹമ്മദ് ഷമീർ. സമസ്തയുമായിട്ടൊക്കെ തന്നെ ഏറെ ബന്ധമുള്ള വ്യക്തിയാണ്. അങ്ങനെ എല്ലാ തരത്തിലും നോക്കി ഒരു വ്യവസായി പ്രമുഖൻ കൂടിയാണ്. അങ്ങനെ എല്ലാ തലത്തിലും നോക്കി അവസാനം എത്തിയത് ഈ മുഹമ്മദ് ഷമീറിലാണ് എന്നുള്ളത് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. അബ്ദുറഹിമാൻ താനൂരിൽ നിന്ന് തിരൂരിലേക്ക് മാറിയതിൽ പിന്നെ താനൂരിൽ വലിയ പ്രതിസന്ധി രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി മുസ്ലിം ലീഗ് നേതാക്കളെ സമീപിച്ചെങ്കിലും അവരാരും തന്നെ കൈകൊടുക്കാൻ കഴിയാതെ വന്നൊരു സാഹചര്യത്തിലാണ് വീണ്ടും അവസാനമായി ഇപ്പോൾ സമീറിന്റെ പേരിലേക്ക് ആ കാര്യങ്ങൾ ചെന്നെത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. എന്തായാലും ഇപ്പോഴിതാ താനൂരിൽ LDFന് സ്ഥാനാർത്ഥിയായി കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനമായി നമുക്ക് പറഞ്ഞു വെക്കേണ്ടതാണ്. എന്തായാലും താനൂർ സ്വദേശി കൂടിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് അവിടെ LDFന്റെ മുഖമായി വരാൻ പോകുന്നത് എന്നുള്ളതാണ്. ഓപ്പോസിറ്റ് ഉള്ളത് UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ളത് PK നവാസാണ്, MSF നേതാവാണ്. എന്തായാലും വള്ളിക്കുന്നിലും ഇപ്പോൾ ഒരു യുവ കോൺഗ്രസ് നേതാവിനെ പരിഗണിക്കുന്നു എന്നുള്ള വാർത്ത കൂടി വരുന്നു. എന്തായാലും ആ വള്ളിക്കുന്നിലെ കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ തീരുമാനമുണ്ടാകും. നേതൃയോഗത്തിലാണ് തീരുമാനം ഉണ്ടായത്.